ജോർജ് ഓർവെൽ 1946 എഴുതിയ ഞാൻ എന്തിനെഴുതുന്നു എന്ന പ്രബന്ധം ഒരു എഴുത്തുകാരൻ്റെ ആത്മകഥാപരമായ കുറിപ്പല്ല, മറിച്ച് സർഗാത്മകതയുടെ പിന്നിലെ പ്രേരക ശക്തികളെയും എഴുത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള ഗൗരവമായ ഒരു വിശകലനമാണ്. താനൊരു എഴുത്തുകാരനായി മാറുമെന്ന് കുട്ടിക്കാലത്ത് തന്നെ ഓർവെൽ തിരിച്ചറിഞ്ഞിരുന്നു. അന്തർമുഖനായ ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടി എന്ന നിലയിൽ സാങ്കല്പിക ലോകങ്ങൾ സൃഷ്ടിച്ചും കഥകൾ മെനഞ്ഞും അദ്ദേഹം തൻ്റെ ചുറ്റുപാടുകളിലെ പോരായ്മകൾക്ക് പരിഹാരം കണ്ടെത്തിയിരുന്നു. ഈ ഏകാന്തതയും നിരീക്ഷണ പാഠവുമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിന് അടിത്തറ പാകിയതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഞാൻ എഴുത്തുകാരനെ നയിക്കുന്ന 4 അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. ലേഖനത്തിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട്: മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചുപറ്റാനും മിടുക്കനായി അറിയപ്പെടാനും മരണശേഷവും ഓർമ്മിക്കപ്പെടാനുമുള്ള ആഗ്രഹം അഥവാ ശുദ്ധമായ അഹംഭാവം ഇതിൽ പ്രധാനമാണ്. ഇതിനൊപ്പം തന്നെ ഭാഷയുടെ സൗന്ദര്യത്തിലും വാക്കുകളുടെ ക്രമീകരണത്തിലും കഥ പറച്ചിലിൻ്റെ താളത്തിലും ആനന്ദം കണ്ടെത്തുന്ന സൗന്ദര്യാത്മക ആവേശം എഴുത്തുകാരനെ സ്വാധീനിക്കുന്നു. കൂടാതെ വസ്തുക്കൾ അതേപടി കണ്ടെത്താനും അവ വരും തലമുറക്കായി രേഖപ്പെടുത്താനുമുള്ള ചരിത്രപരമായ പ്രേരണയും സമൂഹത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കാനും ജനങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താനും ശ്രമിക്കുന്ന രാഷ്ട്രീയമായ ഉദ്ദേശം എഴുത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് അദ്ദേഹം സമർപ്പിക്കുന്ന ഈ കാര്യങ്ങൾ തുടക്കത്തിൽ വാക്കുകളുടെ അലങ്കാരങ്ങൾക്കും വർണ്ണനകൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള സാഹിത്യ രചനകളോടായിരുന്നു ഓർവെലിന് താല്പര്യം. എന്നാൽ കാലം കടക്കുന്തോറും അദ്ദേഹത്തിൻ്റെ ശൈലി കൂടുതൽ ലളിതവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിറഞ്ഞതുമായി മാറി. 1936 ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ എടുത്ത് പരിശോധിച്ചാൽ പ്രധാനമായും സമഗ്രാധിപത്യത്തിൻ്റെയും ജനാധിപത്യ സോഷ്യലിസത്തിൻ്റെയും എതിരെയുള്ള നിലപാടുകളായിരുന്നു. സ്പാനിഷ് ആഭ്യന്തര യുദ്ധം പോലുള്ള ചരിത്രപരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി. ഒരു എഴുത്തുകാരൻ എത്രയോ അഹംഭാവം പുലർത്തിയാലും തൻ്റെ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിച്ചു. ചുരുക്കത്തിൽ എഴുത്തിൻ്റെ ഒരു വേദനാജനകമായ ഒരു അവസ്ഥ രോഗാവസ്ഥയോട് ഉപമിക്കുന്ന ഓർവെൽ അതൊരു വ്യക്തിപരമായ തെരഞ്ഞെടുപ്പും അതേപോലെ സാമൂഹിക